ഒന്നാമത്തെ കാര്യം, കുർബാന പണം എന്ന് പറയുന്നത് തന്നെ തെറ്റായ പ്രയോഗമാണ്. മറിച്ച് പറയേണ്ടത് കുർബാനയുടെ പേരിൽ അച്ഛന് കൊടുക്കുന്ന ധർമ്മം എന്നാണ് ഞാൻ പറയുക. മാസ് സ്റ്റൈപ്പൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം കുർബാന ധർമ്മം, കുർബാനയുടെ പേരിൽ അച്ഛന് കൊടുക്കുന്ന ധർമ്മം എന്നതാണ്. എന്താണ് ഇതിനൊരു ബൈബിൾ പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ, കൊരിന്ത്യക്കാർക്ക് പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായം 13ഉം 14ഉം വാക്യങ്ങളിൽ പൗലോസ് ദേവാലയ ശുശ്രൂഷകരെ പറ്റി ഒരു കാര്യം പറയുന്നു. അത് ഇതാണ്: ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ആ ശുശ്രൂഷ കൊണ്ട് അവരുടെ ഉപജീവനം നേടണം. നമുക്കറിയാം, ഒരാൾ അധ്യാപകനായിട്ട് നിയോഗം കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ആ അധ്യാപനം എന്ന് പറയുന്നത് മഹത്തായ ഒരു ശുശ്രൂഷയാണ് അദ്ദേഹം നിർവഹിക്കുക. പക്ഷേ അത് ശുശ്രൂഷ നടത്തിയോണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കില്ല. ജീവിക്കണമെങ്കിൽ, ഉപജീവനം നടത്തണമെങ്കിൽ അതിന് പണം ആവശ്യമാണ്. നമ്മൾ അദ്ദേഹത്തിന് നമ്മുടെ ശമ്പളം കൊടുക്കുന്നു. ഡോക്ടറുടെ ജോലി രോഗികളെ ശുശ്രൂഷിക്കുക, അവർക്ക് രോഗം മാറ്റി കൊടുക്കുക, അവർക്ക് ആശ്വാസം കൊടുക്കുക, സന്തോഷം കൊടുക്കുക, നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഉപജീവനം നടത്താൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഫീസുണ്ട്, സാലറിയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കപ്പ്യാരായിക്കൊള്ളട്ടെ, ഗായകരായിക്കൊള്ളട്ടെ, വൈദികനായിക്കൊള്ളട്ടെ, ഡീക്കനായിക്കൊള്ളട്ടെ, മറ്റ് കുർബാനയ്ക്ക് കൊടുത്ത കുട്ടികൾ ആരുമായിക്കൊള്ളട്ടെ, അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ ആ ശുശ്രൂഷയുടെ വേതനം കൊണ്ട് ജീവിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ പറഞ്ഞതിൻ്റെ അർത്ഥം